ഹലോ ഫ്രണ്ട്സ്, എങ്ങോട്ടാണല്ലേ? അപ്പോൾ ഇതാ മോനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. മോന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്ന് മാഷ് അടിച്ചല്ലോ, അതിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അവനെ കഴുത്തിൻ്റെ അടുത്ത് വേദനിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ ഞാൻ അവനെ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ പോയി ടോക്കനൊക്കെ എടുത്തിരുന്നു. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്, ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല വിശപ്പ് തുടങ്ങി. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണ ഹോട്ടലിലേക്ക് പോയിട്ടോ. അവിടെയാണെങ്കിൽ നല്ല തിരക്ക്, ഒരു സീറ്റ് പോലും ഒഴിഞ്ഞ് കിട്ടിയില്ല. പിന്നെ ഒരു സീറ്റ് ഒഴിഞ്ഞപ്പോൾ ചാടി കയറി അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇച്ചാവും വന്നു. ഇച്ച ടൗണിൽ സാധനം കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇച്ചാനെ വിളിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. നല്ല ഊണാണ് കേട്ടോ ഇവിടുത്തെ ഊണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ ടൗണിൽ വന്നാൽ ഇവിടെ നിന്നാണ് കഴിക്കൽ. അപ്പോൾ സാമ്പാർ, മീൻകറി, കൂട്ടുകറി, പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ, എനിക്ക് അറിയണില്ല. ഓരോരോ പേര് ശരിക്കുള്ള പേര് പറഞ്ഞാലല്ലേ മനസ്സിലാവും, അറിയാത്ത പേര് പറഞ്ഞിട്ട് എന്താ. അപ്പോൾ ഇതാ നല്ല എന്താ പറയുക, കരിമീനാണ് കേട്ടോ ഇച്ചാവും മോനും കൂടി വാങ്ങിയത്. എനിക്ക് മീൻ വലിയ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചിക്കൻ്റെ ആളാണ്. അപ്പോൾ ചിക്കൻ മേടിച്ചു കേട്ടോ. ചിക്കൻ പെരട്ട എന്തോ പറയുന്നുണ്ടായി. അപ്പോൾ അതും മേടിച്ച് എല്ലാ കറികളും കൂട്ടി കുഴച്ച് ലാസ്റ്റ് പപ്പടവും കൂട്ടി. പിന്നെ ചിക്കൻ പെരട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് എനിക്ക്. അതിൽ നിന്നൊരു കഷ്ണവും കൂടി ഇട്ടിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിട്ടുണ്ടായി. നമ്മൾ വീട്ടിൽ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാറില്ലല്ലോ, അല്ല ഇത്രയും കറികൾ ഉണ്ടാക്കാറില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാം കൂട്ടി കഴിച്ചതിന് ശേഷം ഇതാ 2 തരം പായസം ഉണ്ടായിരുന്നു. ഒരു പരിപ്പ് പായസവും സേമിയ പായസവും. അപ്പോൾ 2 പായസം എനിക്ക് കുടിക്കണമെന്നുണ്ടായിരുന്നു. ഒരു പായസമല്ലേ കിട്ടും. അപ്പോൾ ഞാനൊരു ശരിക്കൊരു പായസം കൊതിച്ചാണ്. പായസം കിട്ടിയ അത്രയും കുടിക്കും കേട്ടോ. പിന്നെ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് ഡോക്ടറെ കണ്ടു. പിന്നെ ഗുളിക മരുന്നൊക്കെ വാങ്ങാനുണ്ടായി. അപ്പം മോൻ പറയാ ഞാൻ ഉപ്പാൻ്റെ കൂടെ വണ്ടിയിൽ പോയിക്കോളാം. അപ്പോൾ അവന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ഞാൻ വീട്ടിലേക്കും വിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ.